തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ കീഹോൾ ശസ്ത്രക്രിയ 2 തവണയും പരാജയം. കീഹോൾ വഴി ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞു. ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സൂര്യ ഗായത്രിയാണ്. സൂര്യ, യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അഥവാ അതെടുത്താലും ആ യുവതി ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമെന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് സൂര്യ? കാട്ടാക്കട കിള്ളി സ്വദേശിയായ സുമയ്യയുടെ നെഞ്ചിൽ നിന്നാണ് വയറ് പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. കീഹോൾ ശസ്ത്രക്രിയ അത് 2 തവണ നടത്തുകയും 2 തവണയും അത് പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കീഹോൾ വഴി ഗൈഡ് വയർ പുറത്തെടുത്താൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഈ കീഹോൾ വഴി ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ്. മേജർ ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ സുമയെ അറിയിച്ചിരിക്കുന്നത്. സുമയ നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിടും. ഇന്നലെയാണ് സുമയ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. മേജർ ശസ്ത്രക്രിയ നടത്തി ഗൈഡ് വയർ പുറത്തെടുക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കാം എന്നുള്ള ധാരണയിലാണ് ആശുപത്രി വിടാൻ തയ്യാറെടുക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ രാജീവ് കുമാറിന്റെ യൂണിറ്റിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെ സുമയുടെ നെഞ്ചിൽ വയറ് കുടുങ്ങിയത്. ഡോക്ടർമാർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്ന് ആരോഗ്യ മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ നിലവിൽ ഇത് ഗൈഡ് വയർ ഈ ശരീരത്തിനകത്ത് ധമനികളോട് ഒട്ടിച്ചേർന്നാണ് ഇരിക്കുന്നത്. അത് അത്തരത്തിൽ ഇളക്കി മാറ്റുക അല്ലെങ്കിൽ ഗൈഡ് വയർ പുറത്തെടുക്കുക എളുപ്പമല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഡോഡ് വയർ മാറ്റാൻ ശ്രമിക്കുന്നത് സങ്കീർണമാകും എന്നുള്ള കാര്യമാണ് ഈ വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഡോക്ടർമാർ തന്നെ ഗൈഡ് വയർ ശരീരത്തിനകത്ത് ഉള്ളത് കൊണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ യുവതിക്ക് ഉണ്ടാകില്ല എന്നുള്ളത് പറഞ്ഞതാണ്. മെഡിക്കൽ ബോർഡ് തന്നെ അത്തരത്തിലൊരു കാര്യം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ വലിയ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ശ്വാസമുട്ടലടക്കം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് സുമയ ഈ ചികിത്സ തേടിയതും പിന്നീട് ഈ ഗൈഡ് വയർ ശരീരത്തിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരമൊക്കെ അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ മേജർ ശസ്ത്രക്രിയ വേണമെന്നുള്ള കാര്യമാണ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഇപ്പോൾ ആശുപത്രി വിടാനാണ് സുമയ തീരുമാനിച്ചിരിക്കുന്നത്. മേജർ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അതിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സുമയും വീട്ടുകാരും ഒക്കെ ഉള്ളത്. അത് തന്നെയാണ് സൂര്യ. എന്തായാലും പക്ഷേ ഒരു മേജർ ശസ്ത്രക്രിയയിലേക്ക് കടക്കണം എന്ന് ഡോക്ടർ പറയുമ്പോഴും ഈ സുമയുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഡോക്ടർ ഒരു ഉറപ്പ് നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്തെങ്കിലും പറയുന്നുണ്ടോ മേജർ ശസ്ത്രക്രിയയിലൂടെ? നിലവിൽ ഇപ്പോൾ ഗൈഡ് വയർ ശരീരത്തിനകത്ത് ഉള്ളത് കൊണ്ട് സുമയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് സുമയ്യ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് സുമയ്യ ഡോക്ടറെ കാണാനും ഈ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പരിശോധിച്ച് ഇങ്ങനെ ഇത്തരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് പിന്നീട് ഗൈഡ് വയർ എങ്ങനെ ശരീരത്തിനകത്തുനിന്ന് പുറത്തെടുക്കാം എന്ത് സംബന്ധിച്ചൊക്കെയുള്ള പരിശോധനകൾ ഡോക്ടർമാർ നടത്തിയത്. ആ സമയത്താണ് ഈ ധമനിയുമായിട്ട് വയർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത്തരത്തിൽ വയർ ശരീരത്തിനകത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ അത് ഹൃദയത്തിനെ അടക്കം ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 2 കീഹോൾ ശസ്ത്രക്രിയയിലൂടെ അത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിയത്. 2 തവണ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഒരു മേജർ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കാം എന്നുള്ള കാര്യം ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആശുപത്രി വിടാനാണ് സുമയ തീരുമാനിച്ചിരിക്കുന്നത്. മേജർ ശസ്ത്രക്രിയ നടത്തുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിശോധനകളോ കാര്യങ്ങളോ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കാം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സുമയയും കുടുംബവും ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് മെഡിക്കൽ കോളേജിൽ സുമയ അഡ്മിറ്റ് ആയത്. നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിടാനാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം.
ശരി സൂര്യ, വ്യക്തമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ കീഹോൾ ശസ്ത്രക്രിയ 2 തവണയും പരാജയം. കീഹോൾ വഴി ഗൈഡ് വയർ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞു. അതോടൊപ്പം തന്നെ മേജർ ശസ്ത്രക്രിയ നടത്താം, അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്കൊക്കെ പോകാമെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ഡോക്ടർമാർ പറയുമ്പോഴും ഈ യുവതി നിലവിൽ ഇപ്പോഴും ശ്വാസം മുട്ടലും അങ്ങനെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നതാണ് വാസ്തവം. വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രിയാണ്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിടിച്ച് തൃശൂർ പുതുക്കാട്